സാധാരണ ഗതിയിൽ ധന്യമ ജീവിതത്തിൽ പറഞ്ഞ ഒരു കാര്യം നേരെ തലതിരിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇതൊക്കെ ജഡവസ്തുക്കളാണ്, ഈ ജഡവസ്തുക്കളുടെ പിറകെ പോകരുത് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ജഡവസ്തുക്കളുടെ പിറകെ പോകാന്ന്. വേദാന്തവും തത്വചിന്തയും ആത്മീയതയും ഒക്കെ പ്രപഞ്ചത്തിലെ ജഡവസ്തുവായിട്ടാണ് കാണുന്നത്. ഭാഗവതം വരെയും നമ്മളെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ജഡവസ്തു എന്നാണ്. മഹർഷിയുടെ കഴുത്തിൽ തത്തപാമ്പിനെ ഇട്ടു എന്ന് പറഞ്ഞാൽ ജഡവസ്തുവിൽ ചൈതന്യവസ്തുവിൽ ജഡവസ്തുവിനെ ആരോപിച്ചു എന്നാണല്ലോ ഭാഗവതത്തിന്റെ ചുരുക്കം. ചൈതന്യവസ്തു ആണ് ആ മഹർഷിയുടെ ശരീരം, അതിൽ ജഡവസ്തു ആരോപിച്ചു. അതേസമയം നമ്മൾ എല്ലാ വശവും ചിന്തിക്കണം. തത്വചിന്ത പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെ ഒരു യുവാവിന്റെ ജീവിതത്തെ ഞാൻ വിമർശിച്ചു. ഇങ്ങനെ ശരിയാവില്ല, ഇപ്പൊ എന്റെ പ്രായം ഇന്നതാണ്, ഈ പ്രായത്തിൽ ഇങ്ങനെയാണ് പോയിരുന്നെങ്കിൽ അതിൽ വീടുന്ന അത്ര വിജയം വരിക്കില്ല. യുവാവൊന്നും പറഞ്ഞില്ല. അതേ ഞാൻ തന്നെ വേറെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഓരോരുത്തരെയും വാസനയ്ക്കനുസരിച്ച് ഓരോ സ്ഥലത്ത് എത്തിക്കും. നമ്മൾ വിചാരിച്ച പോലെയല്ല ജീവിതം പോകുന്നത്, വിചാരിച്ച പോലെയല്ല. പഠിക്കണ ഏതെങ്കിലും കുട്ടികളോട് ഭാവിയിൽ എന്താവണം എന്ന് ചോദിക്കുമ്പോ നാടക നടനാവണം, സാഹിത്യകാരനാവണം എന്നൊന്നും പറയാറില്ല. വരുമാനം കിട്ടുന്ന ഒരു ജോലിയിൽ എത്തുക എന്നുള്ളത്. പക്ഷെ ഈ ലോകത്ത് ഇതിനൊക്കെ ആളുണ്ടോ? യുദ്ധം ചെയ്യാനും അടിപിടി കൂടാനും ഒക്കെ ആളുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുട്ബോൾ എങ്ങനെ ഭംഗിയായിട്ട് കളിക്കണം എന്ന് കോച്ചായ നമ്മളൊരാളെ പഠിപ്പിക്കുന്നു. ബോൾ വരുമ്പോ എങ്ങനെ ശ്രദ്ധിക്കണം, അവിടെ നിൽക്കുന്ന ഈ ബോൾ നീ എവിടേക്ക് അടിക്കുന്നുവോ അവിടെ നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഇവിടെ നിന്ന് ചിന്തിക്കണം. മാനസികാവസ്ഥ അത് നോക്കിയിട്ട് വേണം ഇവിടുന്ന് ബോൾ തട്ടിക്കൊടുക്കാൻ. ആരുടെ കാലിലേക്കാന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രൈവ് ചെയ്യുമ്പോ എതിർവശത്ത് കുറച്ചകലെ ഒരു കാരണവർ നിൽക്കുന്നു, അയാള് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്ത് ചാടുമെന്ന് എങ്ങനെ അറിയാം? ഡ്രൈവ് ചെയ്യുന്ന ആള് ഇങ്ങനെ ചിന്തിക്കണം, അയാളുടെ മനസ്സുമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അയാള് സാധ്യത ഉണ്ടോ? ഇപ്പത്തെ ആളുകളാ പെട്ടെന്ന് ആൾക്ക് തോന്നുകയാണ് ഈ വാഹനം പോണേനും പാടെ കിടക്കണം തോന്നിയാലോ. ഇതാദ്യമേ ചിന്തിക്കണം. അപ്പൊ ഗോൾ അടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, കോച്ച് പറയുമ്പോ ആ കോച്ചിനോടൊരു ചോദ്യം. സാറല്ലേ പണ്ട് പ്രസംഗിക്കുമ്പോ ആരാ കടിയിൽ ജയിക്കുക എന്നൊക്കെ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നു, ഒക്കെ ദൈവം നിശ്ചയിച്ചിരുന്നു. കളിയിൽ ആരാ ജയിക്കുക എന്നൊക്കെ നിശ്ചയിക്കണു നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? സാധാരണഗതിയിൽ കോച്ച് കരണക്കുറ്റിക്ക് ഒന്ന് കൊടുക്കും. എന്റെ കഥയിലെ കോച്ച് കരണക്കുറ്റിക്ക് കൊടുക്കുന്നില്ല. അപ്പോഴോ അദ്വൈതം പറയുമ്പോ അദ്വൈതം ആരാ എവിടെ എത്താന്നൊക്കെ ദൈവം നിശ്ചയിച്ചിരുന്നു, ഇത് വേറെ. എന്നിട്ടോ അവിടെ ആരും പഠിക്കണ്ടെന്ന്. അപ്പൊ ഫുട്ബോൾ കളിയിൽ ആരാ ജയിക്കുക എന്നുള്ളതൊക്കെ ഒരു വിശാലമായ അർത്ഥത്തിൽ
ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതാണ് എന്നുള്ളത് സത്യം. പക്ഷെ നമ്മളിപ്പോ ദ്വൈതത്തിലാണ് നിൽക്കണം. പരീക്ഷയിൽ മാർക്ക് കിട്ടണ്ടേ? അതുപോലെ ജഡവസ്തുക്കളല്ല ഈ ലോകത്തെ ഉണ്ടാക്കിയത്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ജഡവസ്തുക്കളല്ലേ? അത് വേണ്ടേ? നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ജഡവസ്തുക്കളാണ്. രാവിലെ ദോശ, പിട്ട്, ഇഡ്ഡലി ഏതെങ്കിലും ഒന്ന് കഴിച്ചില്ലേ? ജഡവസ്തു അല്ലേ? വസ്ത്രം ധരിച്ചിരിക്കുന്നു, ജഡവസ്തു അല്ലേ? താമസിക്കുന്ന വീട്, കെട്ടിടം കാണുന്നതൊക്കെ അങ്ങനെയല്ലേ? ജഡവസ്തു. പക്ഷേ മഹാത്മാക്കൾ അത് ഉപയോഗിച്ചു, അതിലും ചൈതന്യം കണ്ടു. അവര് ചൈതന്യത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. പെട്ടെന്ന് ഓർമ്മ വരുന്നത് പുരാണത്തിലെ 2 കഥാപാത്രങ്ങൾ. ഒന്ന് ധ്രുവൻ. ധ്രുവന്റെ പേരിന്റെ അർത്ഥമേ തന്നെ ഇളക്കമില്ലാത്തവൻ. ഇളകുന്നതെ മനസ്സിലാക്കണമെങ്കിൽ ഇളക്കമില്ലായ്മ വേണം. ഏതൊന്ന് ഇളകുന്നുവോ, ഇളകണമെങ്കിൽ ഇളക്കമില്ലാത്ത ഒന്നുണ്ടാവണം. നിരത്തിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ നിരത്ത് ഓടരുത്, നിരത്ത് അവിടെ നിൽക്കണം. നിരത്ത് അവിടെ നിന്നാലാണ് ഇത് പറ്റുക. സിനിമ കാണണമെങ്കിൽ സ്ക്രീൻ ഓടരുത്. ധ്രുവം, ഇളക്കമില്ലായ്മ. സിനിമയിൽ തീപിടുത്തം ഉണ്ടായാൽ തിരശ്ശീലയ്ക്ക് തീപിടുത്തം ഉണ്ടാവരുത്. ഈ മാനസികാവസ്ഥ ആണ്. ജഡവസ്തുക്കളെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. കഴിക്കണ ആഹാരം മുതൽ ഇതിനൊക്കെ ജീവനുണ്ട് എന്നുള്ളത് വേറെ വീക്ഷണം. എങ്കിലും തൽക്കാലം നമ്മൾ ഇന്നും പെരുമാറുന്ന മേശ, കസേര, വീട്, മൊബൈൽ ഫോൺ ജഡവസ്തുക്കളാണ്. അതിൽ ധ്രുവൻ എന്ത് കണ്ടു? അതിൽ ചൈതന്യത്തെ കണ്ടു. ധ്രുവൻ ഒന്നും പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഒന്നേ പറഞ്ഞുള്ളൂ, എന്റെ ജീവിതം തത്വചിന്തയുമായിട്ട് ഇണക്കണമെന്നേ പറഞ്ഞുള്ളൂ. അച്ഛൻ പറഞ്ഞു കൊടുത്തു, എടാ പൈസക്കാ വലുതൊന്നുമില്ല, എന്നെ പൈസക്കാരായിട്ടാണ് ആളുകൾ കാണുന്നത്. എന്റെ സഹോദരൻ എങ്ങനെയാണ്? ഹിരണ്യാക്ഷൻ, സ്വർണത്തിലേക്ക് മാത്രം നോട്ടം. നീ ഇങ്ങനെ ആവട്ട എന്ന് പറഞ്ഞു. ധ്രുവൻ അത് കേട്ടില്ല. ധ്രുവൻ കേട്ടോ ഇല്ലയോ എന്നല്ല, നമുക്ക് അത് പല ഗുണപാഠങ്ങളും തരുന്നുണ്ട്. ഇതുപോലെയാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അത് വ്യക്തമാക്കാൻ വാൽമീകി 3 സഹോദരങ്ങളെ ഉണ്ടാക്കി. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. രജോ ഗുണം രാവണൻ. രാവണൂര് തെറ്റും ചെയ്തിട്ടില്ല. രജോ ഗുണാണ് ഭരണം, അഡ്മിനിസ്ട്രേഷൻ, ക്ഷാത്രവീര്യം ഒക്കെ. കുംഭകർണൻ തമോ ഗുണം, നിദ്ര, ഉറക്കം, ആലസ്യം. വിഭീഷണൻ സത്വഗുണമാണ്. സത്വഗുണത്തിലേക്ക് വരുന്ന ആളുടെ ഇഷ്ടദേവത രാമനാവും. പരമാത്മാവ് യൂണിവേഴ്സൽ അർത്ഥമാണ്, രാമൻ എന്നല്ല. നാം എപ്പോ സത്വഗുണത്തോടു കൂടി ചേരുന്നു, ആ സമയത്ത് ജഡവസ്തുക്കളിലും ചൈതന്യ വസ്തുവിനെ കാണാനായിട്ട് നമുക്ക് കഴിയും. ജീവിച്ചിരിക്കണമെങ്കിൽ ജഡവസ്തുക്കൾ വേണം. നമ്മളെ നിലനിർത്തുന്നത് ജഡവസ്തുക്കളാണ്. പക്ഷെ അതിനെ ചൈതന്യ വസ്തുവായിട്ട് കാണാൻ നമുക്ക് കഴിയണം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ